ആ, ഞാനിവിടെ ഉണ്ട്. പോര്. ശരി. എന്താ അമ്മേ എന്നെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. സർപ്രൈസ് ഉണ്ടടാ. എന്നാ പിന്നെ വെച്ച് താമസിക്കാതെ പറയാമേ. അത് കേൾക്കാനുള്ള സർപ്രൈസ് അല്ല, കണ്ടറിയാനുള്ളതാ. അതെന്താ? എനിക്കുള്ള വല്ല ഗിഫ്റ്റ് വേണോ? വേണമെങ്കിൽ അങ്ങനെയും പറയാം. എന്നാ പിന്നെ വേഗം ആവട്ടെ. അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. നിത്യയുടെ കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനം? അവക്കൊരു തീയതി കുറിച്ചോ നീ? തീയതി കുറിച്ചാലും കാര്യം നടത്തിയെടുക്കാൻ തിരിപ്പാടാ. അല്ല, ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇപ്പൊ ദേവിക മാത്രമല്ല, ആ ഹോം നേഴ്സ് പെണ്ണും മിലിയും നമുക്ക് തലവേന. ദേവിക ഒന്ന് ഒതുക്കാനായിട്ട് ഞാൻ തന്നെ ഇട്ട ഐഡിയ ഹോം നേഴ്സ് ഇറക്കാന്നുള്ളത്. പക്ഷേ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുപോലെയായി എന്റെ അവസ്ഥ. തളർന്നു കിടക്കുന്ന നിത്യക്ക് ഈടം വലം കാവലായി. അവളുമാർ രണ്ടും ഭയങ്കര ഐക്യോ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ ഹോം നേഴ്സിനെ പുറത്താക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അത് നടക്കത്തില്ല. അവള് എല്ലാവരും കയ്യിലെടുത്തിരിക്കുക. എന്നെ അവക്ക് അത്ര പത്തിയോ അല്ല. അപ്പൊ പിന്നെ പെട്ടെന്ന് പുറത്താക്കാൻ പറ്റില്ലല്ലോ. എന്നാ പിന്നെ നമുക്ക് അകത്താക്കിയാലോടാ. അവളുടെ പേരിൽ എന്തെങ്കിലും കേസ് ഉണ്ടാക്കി പിടിച്ചകത്തിടാനാണോ ജയിലില്? അങ്ങനെയല്ലടാ, നമ്മുടെ കോട്ടയ്ക്കകത്തേക്ക് അവളെ കൊണ്ടുവന്നാലോ? ഏയ്, അത് നടക്കത്തില്ല. അവള് വരുത്തില്ല. എപ്പോഴേ വന്നു കഴിഞ്ഞു. നീയൊന്ന് തിരിഞ്ഞു നോക്കി. അല്ല, ഇവളെന്താ ഇവിടെ? ഇവള് നമ്മുടെ ആളാ. ഏജൻസി വഴി ഹോം നേഴ്സായിട്ട് ഇവളെ അങ്ങോട്ട് വിട്ടത് ഞാൻ തന്നെയാ. കുറച്ചു ദിവസം അവിടെ വന്നെന്ന് എല്ലാവരുടെയും വിശ്വാസം പിടിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചു. എന്റെ അമ്മേ, എന്നിട്ട് എനിക്കൊരു സൂചന പോലും തന്നില്ലല്ലോ. അത് മനഃപൂർവ്വമാടാ. എവിടെയെങ്കിലും ഒരു നാവ് പിഴച്ചാൽ അതോടെ നമ്മുടെ പദ്ധതികളെല്ലാം പാളും. അതുണ്ടാകാതിരിക്കാൻ ഒരു മുൻകരുതൽ. ഇനി വേണ്ടത് മിലി ചെയ്തോളൂ. ആ, ഇനിയിപ്പൊ പണി എളുപ്പമായി. രാത്രിയിലെ മിലി നിത്യം മാത്രമേ മുറി കാണൂ. അപ്പോ അവളുടെ മൂക്കും വായും ചേർത്തൊന്ന് പൊത്തിപ്പിടിച്ച പോരെ? അൺനാച്ചുറൽ ഡെത്ത്, പോസ്റ്റ്മോർട്ടം, ഇതൊന്നും വരാത്ത രീതിയിലുള്ള ഒരു മരണമായിരിക്കണം നടക്കേണ്ടത്. അതിനെന്ത് ചെയ്യണമെന്ന് മിലിക്കറിയാം. നീ അതിനുവേണ്ടി ഒരു കള ഒരുക്കി കൊടുത്താൽ മതി. അത് ഞാൻ ഏറ്റു. എന്നാലും എന്റെ അമ്മേ, ഇത് വല്ലാത്തൊരു സർപ്രൈസ് തന്നെ. ഇനി ധൈര്യമായിട്ടൊരു ഷേക്കാൻ്റെ അറിയാമല്ലോ അല്ലേ? പിന്നെന്താ? പക്ഷേ അവിടെ വീട്ടില് ശരത്തേട്ടനും ഞാനും തമ്മില് സൗഹൃദം കാണിക്കരുത്. ഒരു ചിരി പോലും മുഖത്ത് വരരുത്. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ? മുതലക്കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കണോ? അഭിനയത്തിന്റെ കാര്യത്തിൽ എന്നെ കഴിഞ്ഞേ ഉള്ളൂ ആരും. ഞാനേ നല്ല ഒന്നാം തരം നടനാ. അതെനിക്കറിയാം. നമുക്കേ ഇന്നു മുതൽ പുതിയൊരു എക്സസൈസ് തുടങ്ങിയാലോ? ഇങ്ങനെ പേന പിടിച്ച് ഇതുപോലെ നക്ഷത്ര ചിഹ്നം വരയ്ക്കണം. അങ്ങനെ
ഈ കൈയുടെ മരവിപ്പൊക്കെ മാറാനും നമ്മുടെ ബുദ്ധി ഷാർപ്പാവാനും ഒക്കെയാ ഇങ്ങനെ ചെയ്യുന്നേ. 2-3 ദിവസം ദേവിക എടുത്ത് കൈ പിടിച്ച് ഇങ്ങനെ ചെയ്യിക്കും. പിന്നെ നിത്യമോള് തന്നെ താനെ ചെയ്യണം, കേട്ടല്ലോ? ആ ആ ഇതുപോലൊരു ഏട്ടത്തെ കിട്ടിയതാ എന്റെ നിത്യമോടെ ഭാഗ്യം. എന്നാ ആര് പറഞ്ഞു? ഇങ്ങനൊരു കുറുമ്പത്തി അനിയത്തിക്കുട്ടി ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും ബോൾഡ് ആയതച്ചാ. അല്ലേ നിത്യമോളെ? അത് ശരിയാ, സാഹചര്യങ്ങളല്ലേ മനുഷ്യനെ മാറ്റിമറിക്കുന്നത്. അല്ല, അച്ഛൻ കഴിച്ചായിരുന്നോ? ആ, കൈയച്ചിലാക്കി. ഉണ്ണാതെ തന്നെ വയറ് നിറഞ്ഞു എന്ന് പറയുന്ന സത്യം. വിളമ്പുന്നവന്റെ മുഖം കണ്ടാൽ നമ്മുടെ മനസ്സും വയറും നിറയുമെന്നല്ലേ. അത്രയ്ക്ക് കനപ്പെട്ട മുഖമായിരുന്നു പാർവതിയുടെ. മോളെ, ബുക്കെടുത്ത് മാറ്റിക്കോ. ഓ, മനോഹരേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. എന്താ കണ്ടറിഞ്ഞൂടെ? ഞാനിവിടെ നക്ഷത്രം പോലെ നിൽക്കുമല്ലേ. ഉണ്ടായിരുന്ന പണിയും പോയി, പോലീസ് സ്റ്റേഷനിലും കയറി. എന്നിട്ടും തർക്കുത്തരത്തിന് മാത്രം ഒരു കുറവുമില്ല മനോഹരേട്ടന്. കൊള്ളാം പാർവതി. ഒരു നെറുകെട്ടി ഒരുത്തന്റെ ചതിയിൽപ്പെട്ട് മനസ്സ് നീറി നിൽക്കുന്ന എന്നോട് തന്നെ നീ ഇത് പറയണം. ജോലി പോയവനും വരുമാനമില്ലാത്തവനും കുടുംബത്തിൽ കറിവേപ്പിലയുടെ വില പോലും ഇല്ലെന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. കണക്കിന് ഞാനൊന്ന് വീണുപോയ എന്തായിരിക്കും നിന്റെ മനോഭാവം? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഉദ്ദേശം എന്തായാലും കൊള്ളണ്ടടുത്ത് തന്നെ കൊണ്ടു. ഇനി കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ദേവിക മോളെ, നീ വിളിച്ച എന്നാത്തിനെന്ന് പറ. മറ്റുള്ളവരെല്ലാരും കഴിച്ചു. ദേവികയ്ക്ക് വല്ലതും വേണമെങ്കിൽ വന്നിരുന്ന് കഴിക്ക്. എന്താടി, എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് കഴിക്കാൻ ദേവി എന്താ ഇവിടുത്തെ ബാല്യക്കാരിയാണ്? ഞാൻ ആർക്കും അങ്ങനെ പ്രത്യേക പദവിയൊന്നും കൽപ്പിച്ചു കൊടുത്തിട്ടില്ല. ഓരോരുത്തർക്കും അറിയാം അവരവരുടെ സ്ഥാനം. അങ്ങനെ നോക്കിയാ നിന്റെ സ്ഥാനവും ഇവിടെ പടിക്ക് പുറത്താ. കാണണോ നിനക്ക്? അച്ഛാ, വേണ്ട അച്ഛാ, പ്ലീസ്. ഇതേ ചൊല്ലി ഒരു വഴക്ക് വേണ്ട. ഞാൻ ഒരു സ്ഥാനവും മോഹിച്ചിട്ടല്ല അമ്മ ഇവിടെ നിൽക്കുന്നത്. അത് അച്ഛനും അറിയല്ലോ. എനിക്കൊന്നും വേണ്ടമ്മ. എന്താ, പട്ടിണി കിടന്ന് എന്നെ തോൽപ്പിക്കാനാണോ ഭാവം? ഞാൻ കഴിക്കാതിരുന്ന അമ്മ ഇങ്ങനെ തോൽക്കുന്നേ? സത്യമായിട്ട് എനിക്ക് വിശക്കുന്നില്ല, അതുകൊണ്ടാ. ആ, കാര്യത്തിനൊരു തീരുമാനമായ സ്ഥിതിക്ക് പാർവതി ചെല്ല്. ഞാൻ എങ്ങോട്ടും ചെല്ലുന്നില്ല. ഇന്ന് ഞാൻ ഇവിടെ കിടക്കാൻ പോകുന്നത് നിത്യമോളുടെ കൂടെ.